ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെത്തിയിട്ട് ഇന്നെൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. നമ്മളെത്തിയിട്ടുള്ളത് ശ്രീ മാന്ത്ര ക്ഷേത്രത്തിലാണ്, വർക്കല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അകത്തോട്ട് കയറിപ്പോൾ ഇതാ ഇങ്ങോട്ട് കയറി വരുമ്പം ശകലം നടന്നങ്ങ് പോകണം. നടന്നു പോയി നമുക്ക് ഇവിടെ ഇന്ന് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആണ്ട ആളുകൾ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആണ്ടാണ് കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട കഞ്ഞിയൊക്കെ കുടിച്ച് അത് ഞാൻ പഠിപ്പിക്കുന്ന കൊച്ചാണ്. കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണ് ഇതായി ഇറങ്ങി വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ വൈഫ്. അപ്പം അവരൊക്കെ അമ്പലത്തിൽ വന്ന് അങ്ങനെ രാവിലെ എല്ലാവരും കൂടെ അമ്പലത്തിലൊക്കെ വന്ന് 1-ാം തീയതി വന്നതാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് പോയതാണ്ട് ഇതാണ് ഇവിടുത്തെ ഓഫീസിൽ ഇത് ഇവിടെ നമ്മൾ വഴിപാടുകളൊക്കെ എഴുതുന്ന ഓഫീസാണ്. ആ കാണുന്നത് ആ ഓഫീസ്. പോയി വഴിപാടൊക്കെ എഴുതണം. പിന്നെ ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കാണാം. ഇവിടെ 3 പ്രതിഷ്ഠയാണ്. ഒന്ന് ശ്രീകൃഷ്ണൻ, പിന്നെ മഹാദേവൻ, അതിനിപ്പുറത്തായിട്ട് ഇപ്പുറത്തുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദേവിയാണ്, ദേവീക്ഷേത്രമാണ്. അങ്ങനെ 3 പ്രതിഷ്ഠയാണ്. മാന്ത്ര ദേവീ ക്ഷേത്രം അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തിലായിട്ടാണ് നാഗര് ക്ഷേത്രം. അവിടെ പോയി കണ്ടിട്ട് വരാം. നാഗരക്ഷേത്രത്തിൽ കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തിരക്കുണ്ട്. അതുപോലെ തന്നെ അവിടെ വലിയ വീട് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നാഗര് കാവിൻ്റെ അടുത്തോട്ടെത്തി. ആ കാണുന്നതാണ് നാഗരക്ഷേത്രം. അതാണ് നാഗരക്ഷേത്രം. പിന്നെയുള്ളത് ഇത് വനദുർഗ, ഇത് ബ്രഹ്മരക്ഷസ്, ഇത് ബ്രഹ്മപ്രേതം. പിന്നെ ഇതാണ് വലിയ വീട്. ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കളരി മന്ത്രമൂർത്തി. പിന്നെ വേറെ ഇവിടെ ഉണ്ട്. ഇവിടെ അങ്ങനെ 2 പേരുടേതാണ്. പിന്നെ ആ ഭാഗത്തായിട്ടാണ് ആൾത്തറകളെല്ലാം കാണുന്നുണ്ട്. ആൾത്തറകളെല്ലാം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നല്ല വിശാലമായൊരു കാമ്പൗണ്ടുണ്ട്. ചുറ്റുമതിലിന് പുറത്തും നല്ലൊരു കാമ്പൗണ്ടുണ്ട്. വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് വർക്കല മാന്ത്ര ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളത് ശ്രീകൃഷ്ണൻ, മഹാദേവൻ, പിന്നെ ദേവി. ഈ 3 മെയിൻ പ്രതിഷ്ഠ. ശരി, ഇനി ഞാൻ അമ്പലത്തിനകത്തോട്ടൊന്ന് കയറട്ടെ. അതിനു മുന്നേ അവിടെ നിന്ന് വന്നവരെല്ലാം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനും വൈഫും എൻ്റെ ഒരു ചേട്ടനും കൂടെയാണ് വന്നത്. ശരി, എന്നാൽ നമുക്ക് ഞാൻ അമ്പലത്തിനകത്തൊക്കെ കയറിയിട്ട് വന്നിട്ട് വരട്ടെ.